എന്താണ് മാഷി പറയണത്? സർക്കാർ പറയണ എല്ലാ കാര്യവും നമുക്ക് അനുസരിക്കാൻ പറ്റുമോ? ഇപ്പൊ തന്നെ ഇന്ന് കരുതിനോണെന്ന് ഞാൻ 2 മണിക്കൂർ മുമ്പ് അറിയണ. എനിക്ക് എന്റെ സംഘടന പറയണ കാര്യം അനുസരിക്കണ്ടേ? പണ്ടൊക്കെ സ്കൂളിൽ വന്ന് ഇരിക്കാൻ നേരം ഉണ്ടായി. ഇപ്പൊ അത് മാത്രമാണോ? റേഷൻ കടയിൽ അരി അളക്കാൻ പോണം, ആരെങ്കിലും വയറിളകി കിടന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണം. ജോലി ഭാരം കൂടുതലാണെന്നേ. മാഷന്മാരാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇട്ട് പീഡിപ്പിച്ചിട്ട് എന്താ കാര്യം? ഞാൻ വിളിക്കാം കേട്ടാ. ഞാൻ ഇവിടെ ക്ലാസ് ഉണ്ട്, ഞാൻ വിളിക്കാം അങ്ങോട്ട്. എന്താ വൈകിയ ടീച്ചറെ? ബസ് കിട്ടാൻ വൈകിയെന്നേ. ഇതെന്താണ് ഈ ചെറുക്കന്മാരൊന്ന് കാണിക്കണത്? അതെ, എന്തേലും കാണിച്ചോട്ടെ, നമുക്കിടന്നൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ ഞാനൊന്നും പറയാൻ പോണില്ല. ഇനിയിപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഇത് ഏതെങ്കിലും ഒരെണ്ണം പഠിത്തം നിർത്തി പോയാ ഇവിടെ പിള്ളേരെ എണ്ണം കൊണ്ടാ ആദ്യം പോണത് എന്റെ ജോലിയല്ലേ. ഇനി മണ്ടു ടീച്ചർ സീനിയർ ആയാൽ പോലും അതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. ഇവന്മാരെങ്ങാനും പോയി വല്ല PTA-നോട് പറഞ്ഞാൽ പിന്നെ നമ്മളതിന് സമാധാനം പറയാൻ നിൽക്കണം. എന്ത് കാര്യത്തിനാണ്? നമ്മളെ കൊണ്ട് മാച്ചാണല്ലോ കളർ. സാറേ, ഇവന്റെ കണ്ണില് സാനിറ്റൈസർ ഒഴിച്ച്. ഇവന്റെ കണ്ണിൽ ഒഴിച്ച്. എന്തിനാണ് അവന്റെ കണ്ണിൽ സാനിറ്റൈസർ ഒഴിച്ചത്? നീയാണോ ഒഴിച്ചത്? അല്ലേ? അവൻ ഒഴിച്ചില്ലെന്നല്ല പറയണ. അല്ല സാറേ, അവൻ ഒഴിച്ചു. നീ ഏതാണ്? ഞാൻ സാറിന്റെ ക്ലാസ്സിലെ. മാസ്ക് മാറ്റിയേ. വിഷ്ണു. ശരി, നിന്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ലല്ലോ. കഴുകി കഴിഞ്ഞാ പിന്നെ എന്തിനാടാ പരാതി പറയാൻ വന്നത്? നീ എന്തിനാ സാനിറ്റൈസർ ഒഴിക്കാൻ പോയത്? നിന്റെ മാസ്ക് മാറ്റിയടാ. അത് തന്നെ, നിന്നെ ഇന്നലെ ഞാൻ ഫ്രണ്ട് ബെഞ്ചിൽ കൊണ്ടിരുത്തിയതല്ലേ നിന്റെ കുറുമ്പ് കൂടിയിട്ട്? ആണാ? വീട്ടിൽ നിന്ന് ആളെ വിളിപ്പിക്കണോ? ഇനി ചെയ്യോ? നീ മാസ്ക് കയറ്റിയേക്കടാ. അല്ല, നിന്റെ മാസ്ക് എവിടെ? അയ്യോ സാറേ, പോക്കറ്റിലാണ്. എടാ, പോക്കറ്റിലിട്ടിട്ട് പാന്റിന് കൊറോണ വരാതിരിക്കാനാണോ? നിന്റെ മുഖത്തല്ലേ മാസ്ക് വെക്കേണ്ടത്? വെച്ചേക്കാം സാറേ. എടുത്ത് വെക്കടാ. വെച്ചേക്കാം സാറേ. എന്നാ ഇതൊന്ന് കിണിക്കണവനൊക്കെ. എടാ, എന്ത് നോക്കിക്കണം പോണ ക്ലാസ്സില്? ഈ പറയണ ആളുടെ മാസ്ക് എവിടെ? അയ്യോ, എന്റെ പോക്കറ്റിലിട്ടേക്ക്. പാന്റിന് കൊറോണ വരാതിരിക്കാനാണല്ലേ? അവരോട് അങ്ങനെയൊക്കെ പറയാം. സർ, നമ്മുടെ സ്കൂളിലുള്ള എല്ലാ അധ്യാപകരും വാക്സിൻ എടുത്തിട്ടുണ്ട്. 100%. ഞാൻ എല്ലാവരുടെയും കോപ്പി എടുത്തിട്ട് ഞാൻ മെയിൽ ചെയ്യാം. ആയിക്കോട്ടെ സാർ. ശരി. ഹലോ. ശീതൾ മാഷേ, അതെ, വേറൊരു വിഷയമുണ്ട്. ഈ DE ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നല്ലോ. എന്താ ചെയ്യാ? അല്ല, വാക്സിൻ എടുത്തിട്ടുണ്ടോന്ന് ചോദിച്ചിട്ടേ. ഞാനും മാഷുമാണ് ഇപ്പൊ എടുക്കാൻ ബാക്കി. അതിപ്പോ ഇന്നോ നാളായിട്ട് എടുക്കണത്. ഇല്ലെങ്കിൽ പ്രശ്നമാണ് കേട്ടാ. അപ്പൊ ശരി. നമസ്കാരം. നമസ്കാരം. ഓർമ്മയുണ്ടോ അഡ്മിഷൻ ഈ മുഖം? പിന്നെന്താ, വരൂ, ഇരിക്കൂ. നല്ല കസേര. ഞാൻ PTA പ്രസിഡന്റ് ആയിരുന്നപ്പോ പണിഞ്ഞിട്ട കസേരയാണ്. അതുകൊണ്ട് ഇന്ന് ഇരിക്കാൻ പറ്റി. അതെ. എന്താണാവോ? ഈ സ്കൂളില് ഏറ്റവും കൂടുതൽ തവണ PTA പ്രസിഡന്റ് ആയിട്ടിരുന്നിട്ടുള്ള ആളാണ് ഞാൻ മന്മഥൻ. എനിക്കറിയാലോ. ഞാൻ PTA പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കുട്ടികൾക്ക് 4 ഇനം കറികൾ കൂട്ടിയാണ് ഉച്ചഭക്ഷണം കൊടുത്തിരുന്നത്. 4 ഇനം. ചില ദിവസങ്ങളിൽ പായസവും കൊടുത്തിരുന്നു. അട, സയമിയ, അങ്ങനെ പലതും മാറി കൊടുത്തിരുന്നു. എന്നിട്ടും പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നിങ്ങളെ മാറ്റിക്കളഞ്ഞല്ലോ ആളുകൾ.
എന്റെ മാഷെ, നിങ്ങൾ ഈ എഴുതാപ്പുറം വായിക്കില്ലേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ. അതിന് സത്യസന്ധമായി നടന്ന എന്താ അറിയാം? ഇപ്പോഴത്തെ PTA പ്രസിഡന്റായ മൊയ്തുല്ലേ, അയാൾ ഇവിടുത്തെ സ്കൂളിലെ സകല കുട്ടികളുടെ രക്ഷകർത്താക്കൾക്കും ഇവിടുത്തെ അധ്യാപകർക്കും ബിരിയാണി മേടിച്ചു കൊടുത്ത് ഞാൻ അറിഞ്ഞു. അപ്പൊ ഒരു ബിരിയാണിയുടെ വില പോലും നിങ്ങൾക്ക് ഇല്ലേ ആളുകളുടെ ഇടയിൽ? മാഷേ, നമ്മളെല്ലാം ജീവിക്കണ എന്തിനാ? തിന്നാൻ വേണ്ടിയിട്ടാണ്. ഒരു നേരത്തെ ഭക്ഷണമാണ്, അത് നമുക്ക് വലുത് തന്നെയാണ്. ഇവിടെ പറഞ്ഞ കുട്ടികൾ എന്തിനാ പറഞ്ഞത്? ഉച്ചഭക്ഷണം പ്രതീക്ഷിച്ച് പറഞ്ഞ ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെ വരുന്ന കുട്ടികൾക്ക് നിങ്ങൾ എന്താണ് ഇന്നലെ ഇവിടെ കൊടുത്തതെന്ന് എനിക്കറിയണം. ഉച്ചഭക്ഷണത്തിൽ എന്താ സാധാരണ കൊടുക്കുക? അത് ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്? ചോറും സാമ്പാറും. ചോറും സാമ്പാറും അല്ലാതെ പിന്നെ എന്താ കൊടുക്കേണ്ടത്? നിങ്ങളൊന്ന് പറഞ്ഞേ. എനിക്കറിയേണ്ടത് നിങ്ങൾ ഇന്നലെ കൊടുത്ത സാമ്പാറിനെ കുറിച്ചാണ്. സാമ്പാറിനെ കുറിച്ച് എന്താ? സാമ്പാറിൽ നിങ്ങൾ എന്ത് സാമ്പാറാണ് കൊടുത്തത്? ഇന്നലെ കൊടുത്ത സാമ്പാറിൽ ഒരു കഷ്ണം ഉരുളക്കിഴങ്ങുണ്ട്, ഒരു കഷ്ണം തക്കാളിയുണ്ട്, ഒരു മുരിങ്ങയ്ക്കലുണ്ടോ, ഒരു കഷ്ണം വെള്ളരിക്കയുണ്ടോ, കത്തിരിക്കയുണ്ടോ, പടവലങ്ങയുണ്ടോ, ഒരു പുണ്ണാക്കുമില്ല. ഇത് കുറെ പരിപ്പങ്ങോട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് പിള്ളേർക്ക് പശുവിന് കാടി കൊടുക്കും പോലെ കൊടുത്താൽ അത് സാമ്പാറാവോ സാറേ? ഇവിടെ കൊടുക്കാൻ പറ്റുന്നതിന് മാക്സിമം നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ തന്നെ ഇവിടെ ചെയ്യാൻ പറ്റൂ. പിന്നെ നിങ്ങൾക്ക് അറിയാമോ, കുട്ടികൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ അധ്യാപകർക്കുള്ളത്. 2016 സർക്കാർ ഉച്ചഭക്ഷണത്തിന് തന്നുകൊണ്ടിരുന്ന അതേ ഫണ്ട് തന്നെയാണ് ഈ 2021 തന്നുകൊണ്ടിരിക്കുന്നത്. അത് വെച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. എന്റെ ഹെഡ്മാഷെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കുട്ടികളുണ്ടെങ്കിലേ സ്കൂൾ ഉണ്ടാവുള്ളൂ, സ്കൂൾ ഉണ്ടെങ്കിലേ അധ്യാപകരുണ്ടാവുള്ളൂ, അധ്യാപകരുണ്ടെങ്കിലേ അവർക്ക് ശമ്പളവും ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ കഞ്ഞുകൂടി മുട്ടും. ഈ രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ശക്തമായ പ്രതിഷേധമായിട്ട് ഞാൻ ഇറങ്ങും. നിങ്ങൾ എന്ത് ചെയ്യുന്ന ഈ പറയുന്നത്? ഞാൻ പലതും ചെയ്യും. എന്നാ ആ പലതും ചെയ്യുന്ന കൂട്ടത്തില് നിങ്ങൾ എന്റെ ഈ ജോലി കൂടെ ഒന്ന് കളഞ്ഞു തരൂ. അല്ല, കളഞ്ഞു തരൂ. എന്നാ വലിയ ആശ്വാസമാവും എനിക്ക്. കാരണം ഈ കസേലയിൽ ഇരുന്നുകൊണ്ട് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ വയ്യ. 100 കൂട്ടം ജോലികളായിരിക്കും. അതിനിടയിൽ ഏതെങ്കിലും ഒരുത്തം വലിഞ്ഞു കയറി വന്ന് അവന് വായിൽ തോന്നുന്നത് മുഴുവൻ അവൻ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത് മുഴുവൻ ഞാൻ കേൾക്കണം. കാരണം ഞാൻ ഹെഡ്മാഷായി പോയല്ലോ. ചെവിക്കലിൽ നോക്കി ഒരൊറ്റ പട കൊടുക്കാൻ വേണ്ടി തോന്നി. പക്ഷെ ചെയ്യാൻ പറ്റില്ല. ഹെഡ്മാഷായി പോയില്ലേ. ഇനി റിട്ടയർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 വർഷം കൂടി ഉണ്ട്. അത് കഴിഞ്ഞാ ഞാൻ വഴിയിൽ നിന്ന് പിടിക്കും. 3-4 എണ്ണ ഉണ്ട്. എല്ലാം ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട്. ഹെഡ്മാഷെ, ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നു. സാറേ, ആ, സാറ് എന്തിരി പണിയിരിക്കണത്? എന്താ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? എന്താ ഉച്ചക്കഞ്ഞി ഞാൻ വന്ന് വിളമ്പണം? എന്താ കാര്യം? എന്താ വല്ല ഭക്ഷണത്തിൽ വല്ല പച്ചക്കറി വല്ലതും വേണോ? പച്ചക്കറി ഇല്ലേ? എന്നോടാണ് ചോദിക്കണം. പച്ചക്കറി അവിടെ ഇല്ലാന്ന്. അപ്പൊ പച്ചക്കറി ഒരാഴ്ചക്കുള്ളത് വാങ്ങിയിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞ ആഴ്ച തന്നെ തീർന്നില്ലേ? അതെ, ഇന്നത്തെ ദിവസം എന്തേലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചോറും സാമ്പാറും തന്നെ കൊടുക്ക്. എന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാറ് ഈ പറഞ്ഞത്? എന്നൊരു കാര്യം ചെയ്യാം, കഞ്ഞി അങ്ങോട്ട് വെച്ച് കൊടുത്താലാ? കഞ്ഞിയോ? കഞ്ഞിയൊന്നും പറ്റില്ല, ചോറ് സാമ്പാറും തന്നെ വേണം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, കുറച്ച് ശർക്കരയും കൂടി ഇട്ട് അത് പായസമാക്കിയാണ് വിളമ്പി കൊടുത്താലോ? ഉമേഷേട്ടാ, ഇതൊന്നും പുറത്ത് പറയരുത്. ഇതൊക്കെ ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയാവും. പുറത്തല്ലല്ലോ പറഞ്ഞു, സാറിനോടല്ലേ പറഞ്ഞു? എന്നോടാ പറഞ്ഞിട്ട്. അതൊന്നും വേണ്ട. എന്നൊരു കാര്യം ചെയ്യ്, ചോറ് സാമ്പാറും തന്നെ കൊടുക്ക് കേട്ടാ. അതിന് സാധനം വേണ്ടേ? പച്ചക്കറി വേണ്ടേ? എങ്ങനെയെങ്കിലും അവിടുന്ന് വല്ല കപ്പങ്ങ കപ്പളങ്ങ എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ചു കൊടുക്കാൻ. പച്ചക്കറി കൊണ്ട് തന്നില്ലെങ്കിൽ ഞാൻ എന്റെ പണി നോക്കി പോവും. പിള്ളേർ എന്നെ പിടിച്ച് മാന്തു. അല്ലെങ്കിൽ അതെ എന്റെ സുമേഷേട്ടാ, നിങ്ങൾ ഇങ്ങനെ പോകുന്നൊന്നും ഭീഷണിപ്പെടുത്തരുത്. കാരണം നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പണിയും കൂടെ ഞാൻ ചെയ്യേണ്ടി വരും. അതാണ് കേട്ടാ. അപ്പൊ ചെല്ല് ചെല്ല്. ഞാൻ പോവുകയാണ്. പച്ചക്കറി മേടിച്ചോണ്ട് തരണം. വലിയ പണി നടക്കൂല, വലിയ പണി വേറെ ആയിരിക്കും. ഹലോ, ശീതൾ മാഷേ, എവിടെത്തി? അവിടെ നിന്നോ. നമ്മുടെ PTA പ്രസിഡന്റ് മൊയ്തുല്ലേ, മൊയ്തുവിനെ കൂടെ ഒന്ന് വിളിക്ക്. ഞാൻ അങ്ങോട്ട് വരാം.
സത്യ സാറിനെ വിളിച്ചാ? ഞാൻ 2-3 വട്ടം വിളിച്ച് ഫോൺ എടുക്കുന്നില്ല. എന്തൊക്കെ ചോദിച്ചാ പറയണോട്ടെ, ഞാൻ ജൂനിയറാണ്, എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ സീനിയറാണെന്നൊക്കെ എനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല കാര്യങ്ങൾ പറയാം. എന്നാ പിന്നെ സത്യ സാറിന് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കി, ഡിഒ വന്ന് വേഗം വരാൻ. ഞാൻ വോയിസ് ഇട്ടിട്ടുണ്ടെന്ന് അയാളത് നോക്കണ്ടേ? അധ്യാപകരൊക്കെ ഒരുപാട് ലീവാണല്ലോ സാറേ. അധ്യാപകരൊക്കെ ഒരുപാട് ലീവാണല്ലോ. അത് 2-3 പേര് കോവിഡ് പോസിറ്റീവാണ് സാറേ. ഒരു വരണ്ട. പിന്നെ സുശീല ടീച്ചറും സ്റ്റെഫി ടീച്ചറും രാവിലെ വന്ന്, അതിലെവിടെ? എന്നിട്ട് നമ്മുടെ ഇവിടെ ഒരു സ്റ്റാഫിന്റെ കൊച്ചിന്റെ 28 അപ്പൊ സ്വർണം മേടിക്കാൻ വേണ്ടിട്ട് പോയി അല്ലേ? അത് ശരി. ഈ വർക്കിംഗ് ദിവസം ഇവിടെ വന്നിട്ട് പോയി. എന്ന് പറഞ്ഞാല് പിന്നെ ഇവിടുത്തെ സീല് മേടിക്കണം, മേടിച്ചിട്ട് അതുവഴി സ്വർണം കൂടി മേടിച്ചോണ്ട് വരും. അപ്പൊ ഈ സ്കൂളിലേക്ക് വേണ്ട സീലൊക്കെ അധ്യാപകരാണ് കൊണ്ടുവരുന്നത് അല്ലേ? അല്ല സാറേ, അതിന് പോയ സ്ഥിതിക്ക് ഒന്ന് വാങ്ങിക്കൊണ്ട് പോരാന്ന് ടീച്ചർ. അല്ല, നിങ്ങളുടെ HM എവിടെ? HM ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയാണ്. ഇപ്പൊ വരും, ഞാൻ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഫോൺ എടുത്തില്ല. അത് ശരി. വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. പിന്നെ എങ്ങനെ മാഷ് HM പോയിരുന്നു മാഷ് പറയാ? അല്ല സാറേ, സാധാരണ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി ഒരു 10 മിനിറ്റിനുള്ളിൽ സാറ് തിരിച്ചു വരും. അതുകൊണ്ട് അപ്പൊ അത് സ്ഥിരം പതിവാണ്. തുറന്നു വെച്ചിട്ട് അങ്ങോട്ട് പോവുക, എന്നിട്ട് എപ്പോഴേലും വരിക അല്ലേ? ഇല്ല, അങ്ങനെയില്ല. എന്താ ഇത്, HM വരുന്നവരെ ഞാൻ ഇവിടെ ഇരിക്കണം. ഇപ്പൊ വരും സാറേ. അതെ. ആ മൂവ്മെന്റ് രജിസ്റ്റർ എടുത്തേ. ഓ, മൂവ്മെന്റ് രജിസ്റ്റർ എടുക്കൂ. ആ മൂവ്മെന്റ് രജിസ്റ്റർ കൊടുക്കും. അതെന്താണ്? എനിക്കും അറിയാൻ പാടില്ല. ഞാൻ ജൂനിയർ അല്ലേ, സാർവേ എടുക്ക്. ഇതെന്താ നിങ്ങൾ തിരിഞ്ഞു കളിക്കണേ? ആ രജിസ്റ്റർ എടുക്കൂ. എടുക്ക മൂവ്മെന്റ് അല്ലേ? ആ ടീച്ചറെ, ഇതേ ഇവിടെയാണ് അത്. ഇതിലെ പോട്ടെ, ഞാൻ പറഞ്ഞുതരാം. അതെ, ഇവിടെ കനുള്ള ബുക്ക് ഇരിക്കണണ്ട പുറത്ത്. അതിൻ്റെ അടി. അതെ, ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. അപ്പൊ അതല്ലെങ്കിൽ പറയും. കിട്ടിയാ? വേഗം വേഗം കൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവരും ടീച്ചറെ. ഇതെന്താണ്? മൂവ്മെന്റ് രജിസ്റ്റർ എടുക്കൂ. മൂവ്മെന്റ് രജിസ്റ്റർ എടുക്കാനല്ലേ ടീച്ചറെ പറഞ്ഞത്? മൂവ്മെന്റ് രജിസ്റ്റർ എടുക്ക്. സോറി സാർ. മാഷ് പോയെടുത്തേ. മാഷ് പോയെടുത്തേ. വേണ്ട, സമയമില്ല. മൂവ്മെന്റ് രജിസ്റ്റർ അല്ലേ? HM ഒന്നുകൂടി വിളിച്ചു നോക്കിയ ടീച്ചറെ. ഫോൺ എവിടെ? സാർ ഫോണും തരൂ. സത്യമാഷേ, ഞാനൊരു നിർദ്ദേശം കണ്ടു വെച്ചാലേ. എന്താ നിർദ്ദേശം എന്താ? ഇതേപോലെ ദിവസേന സാധനങ്ങൾ ഇങ്ങനെ തെണ്ടി തെരഞ്ഞു നടക്കണം ഓരോ വീട്ടുകളിൽ കൂടെ. പക്ഷേ ആ ദിവസേന അല്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ വീടുകൾ കയറി തെണ്ടണോണ്ട്, അല്ല തെണ്ടനല്ല, ഇങ്ങനെ കളക്ട് ചെയ്യുന്നോണ്ട് തിരക്കിടൊന്നുമില്ല. പക്ഷെ ആ പോകുന്ന മാഷുമാർക്ക് ആ ഒരു ദിവസം ലീവ് കൊടുക്കണം. എന്ത് പറഞ്ഞാലും അവസാനം ഈ ലീവിൽ കൊണ്ടുപോയി കിട്ടണത് എന്തിനാ മാഷേ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ നിർദ്ദേശം അതല്ല. നമ്മളിപ്പോ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇന്ന് നടത്തം നടക്കണത്. അതെ, അതെ. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു 50 ഉറുപ്പ്യ തോതില് ഓരോ കുട്ടികളെ അക്കൗണ്ടിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓരിഷ്ടമുള്ളത് വാങ്ങി തിന്നട്ടേന്ന്. അതെ, എന്റെ PTA പ്രസിഡന്റ്, നിങ്ങളുടെ തലക്കകത്ത് എന്താ ആൾ താമസല്ലേ? അല്ല, അറിയാനായിട്ട് ചോദിക്കാ. എന്തേ? 150 കുട്ടികളുള്ള സ്കൂളില് ഒരു കുട്ടിക്ക് 8 ഉറുപ്പിയാണ് ഉച്ചഭക്ഷണത്തിന് സർക്കാർ കണക്ക്. പഠിച്ചോന് 8 ഉറുപ്പ്യക്ക് ഒരു കോയിമുട്ട കിട്ടുമോ? കിട്ടുവോ? ഇല്ലല്ലോ. ഇല്ല. അപ്പൊ അങ്ങനെയാണ് കണക്ക്. ഇനിയിപ്പൊ ഈ 150 കുട്ടികളില് അധികം ഉണ്ടെന്ന് വെക്കി, അപ്പൊ ഒരു കുട്ടിക്ക് 7 ഉറുപ്പ്യ. 500 കുട്ടികളിൽ കൂടുതലുള്ള സ്കൂളാണെങ്കിൽ 6 ഉറുപ്പ്യ. ഇതൊക്കെയാണ് സർക്കാരിന്റെ കണക്ക്. 6 ഉറുപ്പ്യക്ക് ഒരു പരിപ്പോടെ പോലും കിട്ടൂലല്ലോ. കിട്ടുവോ? നിങ്ങളെ ഫോൺ അടിക്കുന്നു പക്ഷേ. ഇതാ പ്യാരിമാഷ് വിളിച്ചോണ്ടിരിക്കുകയാണ്. എന്ത് കാര്യത്തിനാ ഇയാൾ വിളിക്കണത്? എടുക്കണ്ട മാഷ. അല്ല, അപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങണ സമയത്ത് ഞാൻ ആ മാഷോട് പറഞ്ഞാണ് ഞാൻ ഒരു കാര്യത്തിന് പോവാണ്, അതിന്റെ ഇടയ്ക്ക് കയറി വിളിക്കുന്നത്. അറിയാനുള്ള ഈ പ്യാരിമാഷ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വരില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല, വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. ഈ പ്യാരിമാഷും നമ്മളെ മണ്ടോതിരി ടീച്ചറും കൂടെ എന്തോ ഒരു ഡിങ്കോലാഫി ഉണ്ടെന്നാ തോന്നണത്. അല്ല, എനിക്ക് തോന്നിയില്ലേ? ഒന്നും പറയണ്ട. അതെ,
സത്യത്തിൽ PTA പ്രസിഡന്റ് പറഞ്ഞത് ശരിയാ. ഈ ഓഫീസിൽ വരുന്ന സമയത്ത് ഞാനും ചെറുതായി കണ്ടിട്ടുണ്ട്. സംശയം തോന്നിയിട്ടുണ്ട്. അതുമല്ല കുട്ടികൾക്ക് സംശയം ഉണ്ട്. നമ്മളെ മൂത്രപ്പുറയിൽ എഴുതി വെച്ചിട്ടുണ്ട് പ്യാരിജാതൻ പ്ലസ് മണ്ടോദരി. അത് മോശമാണ് ട്ടോ. അത് മാറ്റണം. ആ അതെ ഇനിയിപ്പോ എന്തെങ്കിലും ഇങ്ങനെ ഒരു ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് മണ്ടോദരി ടീച്ചറിനെ മാത്രം കൂടി വിളിച്ചാൽ മതി. യാരിമാഷ് തന്നെ തന്നോളും. എടുക്കണ്ട. ആ പ്യാരിയായിരിക്കും. സ്കൂളിൽ നിന്ന് ആര് വിളിച്ചാലും എടുക്കണ്ട. അവിടെ അടിക്കട്ടെ. അവിടെ അടിക്കട്ടെ. അതെ ഞാനൊരു കാര്യം പറ്റ മറന്നു. തലവേനിക്കണ്ട. ഇല്ല ഈ ചാക്കൊന്ന് പിടിച്ചേ. അല്ല പിന്നെ ഞാനിതോ അതെന്തായാലും ചെയ്യാൻ ഈ ചാക്ക് പിടിക്കോ? അല്ലെ രണ്ടും കൂടി നടക്കൂല മാഷെ. ഇതൊന്നേറ്റ് മാഷെ. എങ്ങനെ ഇതിന്റെ മുകളിലേക്ക് ഇത് കയറ്റാൻ പറ്റുമോ? എന്താ നിങ്ങൾക്ക് മൂത്രമൊഴിക്കണ്ടോ? എന്താണ് മൂത്രമൊഴിക്കല്ലാന്നേ. എന്റെ ഭാര്യയുടെ അനിയത്തിയെ കൊണ്ടുവന്നിട്ടുള്ള വീട് തൊട്ടപ്പുറയാണ്. അവിടെയാണ്. അപ്പൊ അവരെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ മോശമല്ലേ ഇത്? ഈ പഠിപ്പിച്ചു വിട്ട സകല കുട്ടികളുടെയും വീടുകളിൽ കയറിയിട്ട് ഈ ചേമ്പും ചേനൊക്കെ ഇങ്ങനെ എരന്ന് വാങ്ങണേൽ ഒരു നാണക്കേട് മാഷണില്ല അല്ലേ? ഇപ്പൊ അത് ഏറ്റി പോണേലാ മാഷ നാണക്കേട്. അത് കണ്ടിട്ട് അങ്ങോട്ട് പോണപ്പോ എന്താ വെച്ചാ പോട്ടെ മാഷേട്. പിന്നെ അതല്ലേ പിന്നെ കാണണ്ടവരൊക്കെ കാണട്ടെ. ഇതൊക്കെ ജോലിയുടെ ഭാഗാന്ന് വിചാരിച്ചാൽ നല്ല കാര്യല്ലേ? കുട്ടികളെ പള്ള അറിയിക്കാനല്ലേ നമ്മളീ നടക്കണേ. ഇല്ല പിന്നെ പോരെ മാഷ. മാഷ് തിരക്കില്ല. ആരാ ഏതോ ഇങ്ങനെ പഠിപ്പിച്ചെന്ന കുട്ടിയാന്ന് തോന്നുന്നു. ഓ അത് ശരി. കാണാട്ടോ ഒന്ന് മോനെ ഒഴിവില്ല മോനെ, പിന്നെ വരാം. ഇവിടെ കേട്ടോ. ഇവിടെ കാണാല്ലേ? നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കുട്ടിയാ. ആ ഇതാ പ്രദീപ് എന്ന് പറഞ്ഞിട്ടേ. പ്രദീപ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി. അതെ ഇതിനെ കടക്കാൻ പറ്റില്ല മാഷെ. ഇത് റോഡിൽ വെക്കണോ? ഇത് താഴെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? വേണ്ട ഇവിടെ ആരുമില്ലേ? ആരുണ്ടോ? നമസ്കാരം. എന്തേ? ഞങ്ങളെ ഇവിടെ അടുത്തുള്ള സ്കൂളിൽ നിന്ന് വരിക മാഷന്മാരൊക്കെയാണ്. അയ്യാ ആ എന്തേ? ഇത് നമ്മുടെ പ്രദീപിന്റെ വീടാണോ? അതെ, പ്രദീപിന്റെ വീട് തന്നെ. ഓനിവിടെ ഇല്ല ഇപ്പോ. ആ പ്രദീപിന്റെ അച്ഛനാ? അതെ. ഞാൻ പ്രദീപിനെ പഠിപ്പിച്ചിട്ടുണ്ടേ. അയ്യാ സംഭാവനക്കാണെങ്കിൽ വന്നാല് തരാനാവില്ല. സംഭാവനക്കല്ല, ഞങ്ങള് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ടേ. ആ പണ്ടുണ്ടല്ല. പണ്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ ആ ഉച്ചഭക്ഷണത്തിന് ഇപ്പോ സർക്കാർ തരണ പൈസ കുറവാ. അപ്പൊ ഞങ്ങളിപ്പോ എന്താ ചെയ്യുന്ന വെച്ചാ മാഷന്മാരൊക്കെ പാടെ അങ്ങനെ കൂടിയിട്ട് വീടുകളിലൂടെ നടന്നിട്ട് വല്ല പപ്പായയോ പച്ചക്കറി അല്ലെങ്കിൽ ഒരു പോലെ കായയോ തേങ്ങയോ അങ്ങനെയൊക്കെ അങ്ങനെ കളക്ട് ചെയ്യാണ്. പച്ചക്കറിയൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല, ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കലാണ്. പിന്നെ തേങ്ങ വേണമെങ്കിൽ അത് മതി തേങ്ങ മതി. അയ്യാ എന്നാ പറിച്ചോ. തേങ്ങയുടെ മുണ്ട് അത് വേണ്ടത് പറിച്ചോ. പിന്നെ തേങ്ങ പറിക്കാം. മാഷ് പറിച്ചാ കേറിയിട്ട്. അല്ല എനിക്ക് വയ്യ, എനിക്ക് ആ തെങ്ങിന്റെ മുകളിൽ കയറി ആ കയ്യങ്കാലം പറിക്കും. നിങ്ങൾ മാഷന്മാരാ? അയ്യോ കഷ്ടം. അല്ല അവര് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. അവരിങ്ങനെ ഒരു മാഷന്മാരൊന്നും കണ്ടിട്ടില്ലേ. അല്ല നിങ്ങൾ കയറി പറിക്കുന്നത് ആര് കയറി പറിക്കണ? എന്താ മൊയ്തു മാഷ് നിങ്ങൾ പറയണത്? അതെ എനിക്ക് പറ്റില്ല. പരിചയം വേണം മാഷ. PTA പ്രസിഡന്റ് കയറുക. ഞാൻ കേറുന്നോണ്ടല്ല, അതെ കാലുണ്ടെങ്കില് പ്രസിഡന്റ് അടുത്ത വർഷവും പ്രസിഡന്റ് ആവണമെങ്കിൽ ഞങ്ങൾ രണ്ടാളും മാത്രം വിചാരിച്ചാൽ മതി. പക്ഷെ തെങ്ങായതുകൊണ്ടാ വാഴയ്ക്കാണ്. കാരണം ആ ഉണ്ണിയൊക്കെ പ്രസിഡന്റ് ആവാൻ വേണ്ടി ആക്രാന്തം കാട്ടി നടക്കുക. അവനാണെങ്കിൽ അസലായിട്ട് തെങ്ങും കയറും. അങ്ങനെ പറയുന്നത് PTA പ്രസിഡന്റ് ആവാൻ യോഗ്യത തെങ്ങുമക്കാരനെന്ന് വേണമെന്നൊക്കെ പറഞ്ഞാൽ യോഗ്യത ആവശ്യം വരുമ്പോ കയറിക്കൊടുന്നത്. അല്ല അങ്ങനല്ല, ഞങ്ങൾക്ക് വേറെ പണിയുണ്ടല്ലോ ഇവിടെ. തെങ്ങുമ്മ കയറാൻ കഴിയില്ലെങ്കിലേ ഇതാ 2 മുട്ടയുണ്ട്. അപ്പുറത്തെ ഒരു ഞാലിപ്പൂവന്റെ കൊലയുണ്ട്, അത് കൊത്തിക്കൊണ്ടേക്കോ. കൊത്തിക്കൊണ്ടുപോകാൻ നമ്മളെന്താ കിളിയോ? അല്ല അതിനൊരു കത്തി വരും. കത്തിയും ഇല്ലേ? പിന്നെ നിങ്ങളെയും എന്തെന്നാ ഇല്ലേ? ഞങ്ങളുടെ കുറച്ച് അറിവേ ഉള്ളൂ. അത് മാത്രം പോരാന്നപ്പോ സർക്കാർ പറയണ്. മാഷേ കൊല വെട്ടണേന് മുമ്പ് മുട്ട കുട്ടി. കൈ കഴിക്കോ, വേറെ ഒന്നും ചെയ്യാം.